തിരുവനന്തപുരത്ത് സർക്കിൾ ഇൻസ്പെക്ടറെ കസ്റ്റഡിയിലെടുത്തു പോലീസ്. സ്റ്റേഷനിൽ അതിക്രമിച്ചു കയറി സെല്ലിലുള്ളവരെ മോചിപ്പിക്കാൻ ശ്രമിച്ചതാണ് കേസ്. പോലീസ് തടഞ്ഞതോടെ സെല്ലിന് മുന്നിൽ കിടന്ന് ഭീഷണി മുഴക്കിയെന്നാണ് പോലീസ് പറയുന്നത്. നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലാണ് സംഭവങ്ങൾ അരങ്ങേറിയത്. SCRB-CI യഹിയാണ് കസ്റ്റഡിയിലായത്. യഹിയ പൊതുപ്രവർത്തകനായ ഹാഫിസിനോട് ഫോണിൽ സംസാരിക്കുന്ന ഓഡിയോ സംഭാഷണം ന്യൂസ് ID കേരളത്തിന് ലഭിച്ചു. സംഭവിച്ചതെന്താണെന്ന് യഹിയ പറയുന്നുണ്ട്. അത് കേൾക്കാം. ഹലോ, യഹിയല്ലേ? അതെ. എവിടെയാണ്? നെടുമങ്ങാട് സ്റ്റേഷനകത്ത് നിങ്ങളായപ്പോ ഒരു വാർത്ത കണ്ടു, അതുകൊണ്ട് വിളിച്ചതാണ്. ഞാൻ നെടുമങ്ങാട് സ്റ്റേഷനകത്തുണ്ട്. ആരാണ്? ഞാൻ ഹഫീസാന്നേ. എന്റെ ഈ നമ്പർ ഇത് വേറെ നമ്പറിനെ വിളിച്ചു. ഓക്കെ. പിന്നെ എന്താണ് വിഷയം? എന്താണ് ഉണ്ടായത്? ഇതിന്റെ കറക്റ്റ് സംഭവം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. ഞാൻ വളരെ PhD-യിലാണ് ജോലി ചെയ്യുന്നത്. SCRB-യിലാണ് ജോലി ചെയ്യുന്നത്. പ്രകാശ് സാറിന്റെ കൂടെയാണ്. അപ്പൊ ഇന്നലെ രാത്രി അപ്പൊ എന്റെ ഉമ്മ ഒറ്റയ്ക്കാണ് താമസം. വയസ്സ് 70 ഉമ്മയുടെ അടുത്ത് എന്റെ സഹോദരി മകൻ ഉമ്മയുടെ കൂടെയാണ് ഉള്ളത്. അവന്റെ ആപ്പായിട്ട് മരണപ്പെട്ടു. അപ്പൊ ചുള്ളിമാനൂരാണ് ഞാൻ താമസിക്കുന്നത്. ചേക്കടയാണ്. അപ്പൊ കുറച്ചൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഈ പനവൂർ ബേസ്ഡ്, ചുള്ളിമാന ബേസ്ഡ് എല്ലാം പയ്യന്മാരാണ്. അപ്പൊ ഈ വിഷയം ഒരു ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ വിഷയങ്ങൾ നടന്നപ്പോൾ ഇവർ അങ്ങോട്ട് പോവുക, ഇങ്ങോട്ട് വരിക, ബൈക്ക് റേസ് നടത്തുക. അപ്പോൾ ഈ വിഷയം എന്റെ ശ്രദ്ധപ്പെട്ടപ്പോൾ ഞാൻ റൂറൽ SP അറിയിച്ചു. സാർ, പനവൂർ ആൻഡ് ചുള്ളിമാൻ ബേസ്ഡ് ഒരു ടെൻഷൻ ഏരിയ ഒന്ന് നോക്കണം നോക്കും. സാർ അപ്പോൾ തന്നെ രാത്രി വണ്ടിയൊക്കെ അയച്ചു. അപ്പോൾ സാർ അന്ന് ഞാൻ കൊടുത്ത ഇൻഫർമേഷൻ പ്രകാരം വണ്ടി അയച്ചില്ലെങ്കിൽ ഒരു 2 മണിക്കൂറെങ്കിലും നടന്നവനെ മനസ്സിലായി. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു അവിടെ ഇതൊന്നും നിൽക്കില്ല, വീണ്ടും ഉണ്ടാവുന്ന. രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഓഫീസിൽ പോകാൻ വേണ്ടി ഇറങ്ങാറായപ്പോൾ എല്ലാ വീട്ടിൽ നിന്ന് എന്റെ ഉമ്മ വിളിക്കുന്നു. മുഹമ്മദിന്റെ ടീമിനെ എന്നാൽ രാത്രി 12 മണിക്ക് പോലീസ് എടുത്തുകൊണ്ട് പോയി. ഓക്കെ, ആയിക്കോട്ടെ, ഒരു കുറ്റക്കാട്ടിയെ പോലീസ് എടുത്തുകൊണ്ട് പോട്ടെ. ഒരു കാരണവശാലും എന്റെ വീട്ടിനകത്ത് ക്രിമിനലിനെ ഞാൻ വെച്ച് പുറപ്പിക്കില്ല. അതിന്റെ മരുമോനാണ് എന്റെ വാപ്പ ഞാൻ വെച്ച് തരുന്നു. അപ്പൊ രാവിലെ ഞാൻ ബന്ധപ്പെട്ടു. കൂടെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കില്ല. 94 97 98 110 ഫീൽഡ് നമ്പർ 94 97 98 0721 സീയുടെ നമ്പർ. ഇതെല്ലാം ഡിപ്പാർട്ട്മെന്റ് കൊടുത്തിരിക്കുന്ന നമ്പറാണ്. ഒരു പോലീസുകാരും ഈ ഡിപ്പാർട്ട്മെന്റ് എടുക്കാറില്ല. ഈ ഡിപ്പാർട്ട്മെന്റ് നമ്പർ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ DG സർക്കിൾ ഉണ്ട് 2001 ആക്സിഡന്റ്. പിന്നെ നമുക്കൊരു അഭ്യാസം വിളിക്കുമ്പോൾ എടുക്കില്ല. അവസാനം പെണ്ണുങ്ങൾ വീട്ടിൽ കണ്ടിട്ട് പെണ്ണുങ്ങൾ അവിടെ തലയിറങ്ങി കിടക്കണം. അതിന്റെ വൈഫ് ഇറങ്ങിട്ട് കരയുന്നു. എനിക്ക് അപ്പൊ ഞാൻ എന്റെ അനിയന്മാരെ കിടന്ന് വിളിക്കും. ഞാൻ എന്താ പറ്റിയത്? ഞാൻ ഒരു കാരണവശാലുമില്ല. അപ്പൊ ഞാൻ പതുക്കെ തിരക്കിയതെന്നറിയാം. ഇവരെ ഒരു പ്രിവെന്റീവ് അറസ്റ്റ്, അതായത് പഴയ നമ്മുടെ 151 CRPC പുതിയ നിയമത്തിന് 170 സെക്ഷൻ. പ്രിവെന്റീവ് അറസ്റ്റ് ഒരു കുറ്റം ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് നിൽക്കുന്നവരെ തൽക്കാലത്തേക്ക് പിന്തിരിപ്പിക്കാനായിട്ട് പോലീസിന് വേറെ മാർഗ്ഗമില്ല. അങ്ങനെ ചെയ്യും. ഓക്കെ, ആയിക്കോട്ടെ. ഇവര് അപ്പൊ ഞാൻ രാവിലെ ഇവിടെ പലരെയും കൊണ്ട് വിളിപ്പിച്ചു. രാഷ്ട്രീയക്കാരെ കൊണ്ട് അവരൊക്കെ വന്ന് എല്ലാം കിടന്ന് ഇപ്പൊ വിടാം. നിങ്ങൾ നമ്മുടെ റൂറൽ SP അറിയിക്കാത്തത് അദ്ദേഹം നീതിമാന ഒരാളാണല്ലോ, നമ്മുടെ ഞാൻ ഇന്നത്തെ വിളിച്ചില്ല സാറിനെ. അങ്ങനെ ഒരു SPയൊക്കെ ഞാനൊരു CA ആണ്. അപ്പൊ എന്റെ ഹയർ ഓഫീസേഴ്സിന് അങ്ങനെ ഫോണിൽ വിളിക്കുക, ബന്ധപ്പെടുക പബ്ലിക്കിനെ പോലെ എനിക്ക് വിളിക്കാൻ പറ്റൂല. അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അങ്ങനെ ഞാൻ വിളിച്ചില്ല. അപ്പൊ രാവിലെ ഞാൻ എന്റെ SPയുടെ അടുത്ത് ഫോണിൽ വിളിച്ച് പറഞ്ഞു. ഈ നമ്പറിൽ നിന്നുള്ള കോള് റെക്കോർഡാണ് കേട്ടോ, ഇതൊന്നും റെക്കോർഡിംഗ് ആണ്. വായിച്ചോ റെക്കോർഡിങ്. ഇതിനൊരു കള്ളമല്ല. ഇത് കേട്ടോ, നിങ്ങൾ എന്തോന്ന് റെക്കോർഡ്. അപ്പൊ ഇന്ന് രാവിലെ എന്റെ SP വിളിച്ച് എനിക്കൊരു പേഴ്സണൽ ഇഷ്യൂ ഉണ്ട്, ലീവ് വേണം സാർ, ഞാൻ നേരത്തെ കാര്യങ്ങൾ പറയാം എന്ന് പറഞ്ഞിട്ട് DSP സൂചിപ്പിച്ചിട്ട് ഞാൻ ലീവിലെടുത്ത് ഞാൻ ഫിസിക്കലി അവിടെ പ്രസന്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ സാറിന് ഫോണിലൂടെ വിളിച്ച് പറഞ്ഞു. രാവിലെ 9:20 ഇപ്പൊ നെടുമങ്ങാട് സ്റ്റേഷനിൽ എന്താണ് സംഭവിച്ചത്? നെടുമങ്ങാട് സ്റ്റേഷനിൽ ഞാനിവിടെ വന്നു. ഉച്ചയായപ്പോ ഞാൻ വന്നിട്ട് ഇവർ ഇതുവരെയും കുട്ടികളെ വിടുന്നില്ലല്ലോ. ശരി, എന്നാൽ പിന്നെ റിമാൻഡ് ചെയ്യേണ്ട സംഗതി ആണെങ്കിൽ നിങ്ങൾ റിമാൻഡ് ചെയ്ത് വിടൂ. ഗ്രൗണ്ട് ഓഫ് അറസ്റ്റ് പറയൂ. എന്തിനാണ് അവർ ഇട്ടേക്കണമെന്ന് പറയൂ. ശരി, ബൈലബിൾ കേസാണെങ്കിൽ ബൈൽ കൊടുത്ത് വിടൂ. ഇവരടുത്ത് പറയണ്ടേ നിങ്ങൾ അവിടെ പിടിച്ചോണ്ടുള്ള ഇന്ന കാര്യത്തിനാണ്, നിങ്ങൾക്ക് ജാമ്യം തരത്തക്ക കേസാണ്, 41 പഴയ 41 CRPC നോട്ടീസ് തരത്ത കേസാണ്, അച്ഛൻ നിങ്ങൾ ആരെങ്കിലും ജാമ്യക്കാരെ വിളിച്ചോളൂ പോകൂ എന്ന് പറയുന്നതിന് പകരം രാവിലെ മുതൽ ഒരു SI ഇവിടെ കിടന്നിട്ട് എന്നിട്ടാണ് ചുള്ളിക്കാരൻ അറിഞ്ഞൂടാ. അപ്പൊ ഞാൻ അല്പം എനിക്ക് കമ്പനി സെറ്റപ്പ് കൊള്ളാനാണ് ഞാൻ വന്ന് കാര്യങ്ങൾ ചോദിച്ചു. ഇവർ ഉച്ചയായിട്ടും സംഗതി നടക്കുന്നില്ല. അപ്പോ ഇന്ന് വെള്ളിയാഴ്ച കൂടെയാണ്, പള്ളിയിൽ പോകാൻ പറ്റില്ല. അപ്പൊ ഇന്നലെ വൈകുന്നേരം ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നുണ്ട്. ഞാൻ ഇന്നലെ വൈകുന്നേരം ചെറിയൊരു പാർട്ടി ഉണ്ടായിരുന്നു. അതിൽ അറിയാമല്ലോ, ഞങ്ങൾ പയ്യന്മാരേതായ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഞാൻ പോലീസ് സ്റ്റേഷനെ ആക്രമിക്കാൻ വന്നു. ഇവരിപ്പോ വാർത്തയിൽ കാണിക്കുന്ന പറഞ്ഞാൽ സെല്ല് ചവിട്ടി തുറന്ന് ഞങ്ങൾ സെല്ല് കൂട്ടണ്ടേ അവര്. അവിടെ പാറാകാരനുണ്ടല്ലോ. ഞാൻ എങ്ങനെ നെടുമങ്ങാട് പോലീസ് സ്റ്റേഷൻ ഇത്രയും ടൗണിൽ ഞാൻ എങ്ങനെയാണ്? ഞാൻ യൂണിഫോമിലല്ല, എന്റെ ജീപ്പിലല്ല, ഞാനൊരുത്തരും പ്രതിയല്ലേ. ഞാൻ വന്ന് മര്യാദയ്ക്കാണ് ഒന്ന് കയറിയപ്പോൾ ഇവിടെ പാറാകാരനില്ല, എന്നെ തടുക്കണ്ടേ? ഇല്ല. ശരി, സെല്ലിനകത്ത് കയറി. ഞാൻ സെല്ലിനകത്ത് കയറി ഇരുന്നു.
ഇവന്മാരെ എന്താണെന്ന് നിങ്ങൾ പറയൂ. ഒന്നുകിൽ റിമാൻഡ് ചെയ്യും, അല്ലെങ്കിൽ വിടൂ, നിങ്ങൾ എന്തെങ്കിലും ചെയ്യും, ഒന്നും കൊല്ലു, അല്ലെങ്കിൽ തിന്നു, അല്ലെങ്കിൽ വിടൂ. അല്ല, നിങ്ങൾ വേറെ അതിക്രമം കാണിച്ചിട്ടുണ്ടെങ്കിൽ അല്ല, ക്യാമറയ്ക്കകത്ത് വന്നിട്ടുണ്ടല്ലോ. ആയിക്കോട്ടെ, ഞാൻ അവിടെ ചെന്നിൽ കയറി ഞാൻ എവിടെ ഒപ്പം ഇരുന്നു, ഞാൻ ഉള്ളത് തന്നെ പറയുന്നു. ഇന്ന റിമാൻഡ് എന്നെ അടക്കം റിമാൻഡ് ചെയ്തത്. കാര്യം ഈ തള്ള അവിടെ വീഴുന്ന കിടക്കാൻ തള്ള വേറെ ആശുപത്രിയിൽ ഒരു ഓട്ടോ പറഞ്ഞു വിട്ടു. പോലീസ് ഓഫീസറാണ്, രാഷ്ട്രീയക്കാരനല്ല ഇങ്ങനെ പ്രതികരിക്കാൻ. അങ്ങനെ ഇവിടെ ഉണ്ട് കേട്ടോ. ആയിക്കോട്ടെ ഓഫീസ്, ഞാൻ പറയും, ഞാൻ 18 വർഷം കൊണ്ട് എന്റെ ഒരു തോളിൽ 3 സ്റ്റാർ ഇരിക്കുന്നു. എന്തുകൊണ്ടാണ് എനിക്ക് ഞാൻ ഇങ്ങനെ പ്രതികരിക്കാനുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കും. എല്ലാ ഇതിന്റെ പറയുന്നത് എന്തുകൊണ്ട് സംഭവിച്ച ചോദ്യം മനസ്സിലായി. നമ്മൾ പോലീസ് സ്റ്റേഷനിൽ എന്തുകൊണ്ട് ഇവിടെ കുറ്റം കൂടുന്നു, എന്തുകൊണ്ട് സ്ത്രീകൾ അതിക്രമം കൂടുന്നു, അപ്പൊ ബംഗാളികൾ കൂട്ടുള്ള മറ്റൊക്കെ പറയുന്ന സൈഡാണ്, എന്തുകൊണ്ട് ഈ സ്പോട്ടിൽ ആക്സിഡന്റ് കൂടുന്നു, ഇവിടെ ഹെവി ട്രാഫിക്കാണ്, ഇവിടെ വളവാണ്, അത് എന്തുകൊണ്ടല്ലോ ഒരു പോലീസ് എന്നെ ഇവിടെ എല്ലാവർക്കും അറിയാം എന്തുകൊണ്ട് ഞാൻ ഇവിടെ കിടന്ന കുഴപ്പമുണ്ടാകുന്നു. ഇപ്പൊ സ്റ്റിൽ എന്നെ ഇവിടെ പിടിച്ചിരിക്കുകയാണ്. ശരി, എന്റെ പേരിലെ കുറ്റം എന്താണ്? എനിക്കാണ് ഇപ്പൊ ഇറങ്ങിപ്പോവാം. അവർ തടുക്കുമ്പോൾ ഇവരെ പുറത്താക്കാൻ എന്റെ കൈ കൊണ്ട് ഞാൻ പോലീസ്. നിങ്ങൾക്കെതിരെ FIR ഉണ്ടോ? എന്നെ കൊണ്ട് മെഡിക്കൽ എടുത്ത് ഞാൻ മെഡിക്കൽ എടുത്തോളും, കുഴപ്പമില്ല. ജീപ്പിൽ പോയി ഞാൻ എന്നെ പിറകെ ഇരുത്തിയാൽ മതി. കൊണ്ടുപോയി അവിടെ ഹോസ്പിറ്റലിൽ എല്ലാവരും എന്ത് പറ്റിയെന്ന്. അപ്പൊ ഞാൻ നിങ്ങൾ ബ്ലഡും കൂടെ എടുത്തോളൂ എന്ന് പറഞ്ഞു. നിങ്ങൾ വെറുതെ മെഡിക്കൽ എടുത്തിട്ട് ഡോക്ടറെ അടുത്ത് സ്മെല്ല് ഓഫ് ആൾക്കോൾ എന്ന് പറഞ്ഞാൽ കാര്യം നടക്കില്ല. നാളെ പണി വരും. ബ്ലഡ് എടുപ്പിച്ചു. അല്ലാതെ എനിക്ക് വെച്ചിട്ട് രാവിലെ ഒന്നും കഴിച്ചില്ല, എനിക്ക് ടെൻഷനിലായിരുന്നു, എനിക്ക് BP കൂടി. ഫുഡ് എല്ലാം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് എത്തിച്ചേരാനുള്ള സംവിധാനം ചെയ്യാം. അല്ല, എനിക്ക് ഞാൻ പറഞ്ഞപ്പോൾ പോലീസുകാർ എനിക്ക് 2 ദോശ സാമ്പാർ മാറ്റം തോന്നി. ഉച്ചയ്ക്ക് ഒരു 12 മണിയായപ്പോൾ ഞാൻ 1.5 ദോശയും ഒരു സാമ്പാർ കഴിച്ചു. വെള്ളം വേണം വന്ന് വെള്ളം ചെന്നു. ഞാൻ ഇവിടെ വന്നു. ഇതുവരെയും എന്താ ഇതിലൊരു നടപടി ആയിട്ടില്ല. എന്നെ ഇവിടെ പിടിച്ചിരിക്കുന്നു. എടുത്ത് കുഴപ്പമില്ല. FIR എടുത്തിട്ടില്ലല്ലോ. എടുത്തു മെഡിക്കൽ എടുത്തു കഴിഞ്ഞാൽ എത്ര എടുക്കും കാര്യം ഞാൻ എന്തെന്നറിയാം. ഇവരെടുക്കാൻ പോകുന്ന വേറെ ഒന്നുമില്ല. ഞാൻ ഇവിടെ വന്നിട്ട് പ്രവി മദ്യവെച്ച് ലെഫ്റ്റ് ആയിട്ട് ഇവിടെ വന്നിട്ട് അതായിരിക്കും സ്റ്റിൽ എനിക്കറിയില്ല. അവരെടുത്തിരിക്കുന്ന KP കേരള നിങ്ങളുടെ അറസ്റ്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ? അല്ല, 117 ആക്ട് പ്രകാരം സുവമോട്ടോ കേസിന് അറസ്റ്റ് റെക്കോർഡ് അവർ എഴുതിയാൽ മതിയല്ലോ. എന്നിട്ട് അറസ്റ്റ് എന്ന് പറയുന്നത് എനിക്കും കൂടെ ഒപ്പിടിയിക്കേണ്ടി വന്നു. അറസ്റ്റ് പിന്നെ അവിടെ ഇരിക്കാതെ ആരെങ്കിലും വിളിച്ചിട്ട് വീട്ടിൽ പോകും. ഇപ്പൊ ഇത്രയും പോലീസിക്ക് മേലിടെ കൂടെ ഞാൻ എങ്ങനെ ഇറങ്ങിപ്പോയി? അല്ല, ആരെങ്കിലും വിളിച്ചു വരുത്തി. അതല്ല, വേറെ കാര്യമുണ്ട്. SI ആണെങ്കിൽ CA മോളില് ഒരാള് വേണം അറസ്റ്റ് ചെയ്യാൻ. CA അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ. അല്ല ഹഫീസ് ഭായി, ഞാൻ ആരെയും വിളിക്കില്ല. ഞാനിപ്പോ നെടുമങ്ങാടാണ് ഇരിക്കുന്നത്. ഞാനിവിടെ ഇരിക്കുന്നതല്ല. ഇവിടുത്തെ വക്കീലന്മാർ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. വെളിയിലെ ആൾക്കാർ കൂടി കിടക്കുന്നതൊന്നും ആയിരിക്കും എനിക്കറിയില്ല. എനിക്ക് ആരെയും സപ്പോർട്ടും വേണ്ട. ഞാൻ ഈ പറയുന്നത് ഇവരെന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് രജിസ്റ്റർ ഫോർ അറസ്റ്റ് എന്നെ പിടിച്ച് അങ്ങനെയല്ല. നമ്മുടെ ഇക്ബാൽ സാറുണ്ടല്ലോ, പണ്ട് IPS കിട്ടിയ, അദ്ദേഹത്തിന് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ പണ്ടൊരു കേസുണ്ടായിരുന്നു. അപ്പൊ SI ജവഹർ ജനാർദ്ദ അയാളെ അറസ്റ്റ് ചെയ്തു. അപ്പൊ ആ കേസിനകത്ത് കീഴുദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന ഗ്രൗണ്ടിലാണ് അതൊന്നും ഞാൻ പറയുന്നില്ല. അവരെന്തോ ചെയ്തോട്ടെ. പക്ഷേ ഇത്രയും ഡിലേ. ഇന്നലെ രാത്രി 12 മണിക്ക് പിടിച്ചവരാ. ഇന്ന് 12 മണിയാകുമ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞു. 24 hours എന്തിനായിരുന്നു കസ്റ്റഡിയിൽ? ഇന്ന് 12 മണി കഴിഞ്ഞപ്പോൾ 24 hours കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഇവര് ഏതായാലും കാര്യങ്ങള് നിങ്ങളുടെ മേലാഫീസർമാരെ അറിയിക്കുക. എന്തെങ്കിലും കാര്യത്തിൽ ബെയിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ആളെ പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ ബെയിൽ എടുപ്പിക്കും. ഒന്നുമല്ല. കാര്യം എന്റെ ഭാഗത്ത് എന്റെ ഭാഗം ഒരു തെറ്റില്ല. വളരെ വ്യക്തമല്ല. ഞാൻ നിയമം നല്ലപോലെ പഠിച്ചവനാണ്. എല്ലാം പഠിച്ചവനാണ്. കഴിഞ്ഞ 18-19 വർഷം കൊണ്ട് കേരള പോലീസിൽ വളരെ ആക്റ്റീവായിട്ട് കണ്ണൂർ, പാനൂർ, തലശ്ശേരി, ധർമ്മടം, ബംഗാളൂർ, വലിയമല, കാട്ടാക്കട, കല്ലമ്പലം, കിളിമാനൂർ, പാങ്ങോട്, ആര്യനാട്, ഇത്രയും സ്ഥലങ്ങളിൽ എനിക്കൊരു PRO ഒരു അലിഗേഷനോ ഒന്നും ഇതിലുണ്ടായിരുന്നു. ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ്. ഇപ്പൊ ഞാൻ കണ്ടതോളൂ. ഞാൻ ഹോസ്പിറ്റലിലാണ് നെയ്യാറ്റിൻകര, അപ്പൊ നിംസിൽ. അപ്പം ഇത് കണ്ടോണ്ട് വിളിച്ചാ ഞാൻ വിളിക്കാം കേട്ടോ. ഞാൻ ഈ ഒരു കാര്യം കൂടെ ഞാൻ റെക്കോർഡ് ചെയ്ത് ഞാൻ ഈ കാര്യം ഞാൻ പുറത്ത് വിടും കേട്ടോ. നിങ്ങൾക്ക് ഒരു വേർഷൻ ഉണ്ടല്ലോ. അത് കുഴപ്പമില്ല. നിങ്ങൾ എന്റെ പേഴ്സണൽ ഫ്രണ്ട് അല്ലേ. ഞാൻ പത്രക്കാർക്ക് ഞാൻ പറയാൻ തോന്നുന്നില്ല. നമ്മുടെ KP ആക്ട് സെക്ഷൻ അത് പ്രകാരം വിത്തൗട്ട് നമ്മൾ ഹയർ ഓഫീസറുടെ പ്രസൻസ് ഇല്ല ഞാൻ ബൈക്ക് കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. സ്റ്റിൽ അയാൾ യൂണിഫോം കഴിഞ്ഞാൽ ഞാൻ ചെയ്യാം. നിങ്ങൾ എന്റെ ഫ്രണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾ കൊടുക്കുന്നു. ഞാൻ പറയുന്നത് അത് വെച്ചിട്ട് നിങ്ങൾ കൊടുക്കുന്നു. ശരി, കുഴപ്പമില്ല. വിവരം അറിഞ്ഞുകൊണ്ട് വിളിച്ചു. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് സ്റ്റേഷനിൽ അനുമതി മേടിച്ചിട്ട് ആവശ്യത്തിന്റെ കാര്യമില്ല. ബിക്കോസ് അവർ എടുത്തിട്ട് ഇന്ന സെക്ഷൻ എടുക്കുള്ളൂ. ഇനി അങ്ങനെ അല്ല എങ്കിൽ തന്നെയും ഒരു റിമാൻഡിനുള്ള ഇതാണെങ്കിൽ പിന്നെ വന്നിട്ടും കാര്യമൊന്നുമില്ല. അത് ഞാൻ വെച്ചോളാം. വേറെ കുഴപ്പമൊന്നും. ശരി, ഞാൻ വിളിക്കാം.